ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും ക്യാപ്ഷനൊക്കെ കണ്ട പോലെ തന്നെ ഇന്നൊരു സ്റ്റഡി റൊട്ടീൻ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോൻ്റെ അടിയിൽ വരുന്ന ഒരു കമൻറ്റാണ് ഒന്നെങ്കിലും വരും കേട്ടോ സ്റ്റഡി വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു സ്റ്റഡി വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എനിക്കൊരു 3 ചാപ്റ്റർ ഫിസിക്സ് തീർക്കണമെന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് നേരം ഇരുന്നിട്ട് ഏകദേശം 1.5 മണിക്കൂറായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് ഓർഗാനിക് കുറച്ച് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഓർഗാനിക്കും കാര്യങ്ങളും കുറച്ച് ഏകദേശം ഒന്ന് കൺസെപ്റ്റൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ച് മൊത്തം തീർത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ കൺസെപ്റ്റൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കമൻറ്റ് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഫിസിക്സ് ഒന്ന് നോക്കണം എന്നുണ്ടായിരുന്നു. കാരണം കുറച്ച് അയാൾക്ക് നോക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാന്നുള്ള രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 4th ചാപ്റ്ററിൽ കുറച്ച് ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ തിയറി പോർഷനും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കുകയാണ്. ഒന്നാമത് ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വെച്ചതാണ്. അപ്പോൾ ഒക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ പൊടി തട്ടിയെടുക്കാനുണ്ട്. പിന്നെ ഓർഗാനിക് ഞാൻ ക്രിസ്മസ് എക്സാമിന് പോലും പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ടും അത് രാവിലെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ആയപ്പോഴാണ് ഈ ഒരു ഫിസിക്സ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫിസിക്സിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒന്നും ഞാൻ ക്രിസ്മസ് എക്സാമിന് പഠിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് പഠിച്ച് കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഏകദേശം എൻ്റെ കൺസെപ്റ്റ് അറിയാം, അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല എക്സാമൊക്കെ എനിക്ക് എക്സാമിൻ്റെ ഒരു ആഴ്ച റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചത് തറവായിട്ട് ഞാൻ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാമല്ലോ. അതുവരെ ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് മറന്നു പോകാതിരിക്കാൻ ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കലും കാര്യങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 4th ഉം 5th ഓൾറെഡി പഠിച്ചതുകൊണ്ട് തന്നെ അതൊന്ന് കൺഫേം ചെയ്ത് തറവാക്കുമായിരുന്നു കേട്ടോ.
വലിയ രീതിയിലൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. മെയിനായിട്ടുള്ള തിയറിയും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കി വെച്ചു. അതുപോലെ തന്നെ കുറച്ച് ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. പിന്നെ മെയിനായിട്ടുള്ള നമുക്ക് ന്യൂമറിക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് തറവാക്കി പഠിച്ചു. അത്ര തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എക്സാമിനോട് അത്ര അടുപ്പിച്ചിട്ടൊക്കെ ഒരു 1 വീക്കൊക്കെ ആകുമ്പോഴാണ് ഞാൻ നല്ല രീതിയിലൊന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഓരോ റേസും അതിന് എന്തൊക്കെയാണ് അതിന് യൂസേജും എവിടേക്കാണ് അത് ഏതൊക്കെ ഇൻഡസ്ട്രിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് മെയിനായിട്ടും വേണം. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് 91.45% ആൾക്കാരും കാണുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. ദിസ് ഈസ് അഭിനവ് സൈനിങ് ഔട്ട്.